നമ്മുടെ അടുത്ത കലാപരിപാടികൾ മാവിൻചോട്ടിലാണ് കേട്ടോ. ഫ്ലെയിം വയലറ്റ് പിങ്ക് ഫ്ലവർ ഉണ്ടാകുന്ന ബ്രൗൺ ലീഫിൻ്റെ ഒരു തൈ, ചെറിയൊരു തൈ ഞാൻ കൊണ്ട് വെച്ചതാണ്. അതിപ്പോൾ നന്നായിട്ട് വളർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ എപ്പീഷ്യ കൊണ്ട് നിറയ്ക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. ഒരു എപ്പീഷ്യ പാടം തന്നെ നമുക്ക് ആക്കിക്കളയാം. അങ്ങനെ 3 ടൈപ്പ് എപ്പീഷ്യയാണ് ഇപ്പോൾ ഞാൻ നടുന്നത്. ഫ്ലെയിം വയലറ്റ്, പിങ്ക് ഫ്ലവറിൻ്റെ ഉണ്ട്, ബ്രൗൺ 2 ടൈപ്പ് ലീഫിൻ്റെ ഉണ്ട് കേട്ടോ. റെഡ് ഫ്ലവറിൻ്റെയും ഉണ്ട്. അപ്പോൾ കുറച്ച് കുഞ്ഞു തൈകൾ അവിടെ ഇവിടെയായിട്ട് നട്ടു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നടുന്നത് ഒരു സൈഡ് മൊത്തം ഗ്രീൻ ലീഫിൻ്റെയും ഒരു സൈഡ് മൊത്തം ബ്രൗൺ ലീഫിൻ്റെയുമാണ് നട്ടു കൊടുക്കുന്നത്. പിന്നെ ഇത് വളർന്നു വന്നു കഴിയുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മിക്സായി മിങ്കിൾ ചെയ്തൊക്കെ നിന്നോളുമല്ലോ. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ബ്രൗൺ ലീഫ് ഇപ്പോൾ റെക്കഗ്നൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം മാവിൻ്റെ തടിയുടെ സ്കിന്നിൻ്റെ കളറാണല്ലോ, സെയിം ലീഫ് ഏതാണ്ട് അതുപോലത്തെ കളറാണ്. അപ്പോൾ ഇത് പിടിച്ച് കിട്ടിയ ശേഷം കുറച്ച് ഫെർട്ടിലൈസറൊക്കെ ഇട്ട് കൊടുക്കണം. കുറച്ച് നല്ല മണ്ണോ അല്ലെങ്കിൽ പോട്ട് മിക്സ് എന്തെങ്കിലും വാങ്ങിച്ച് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ തൽക്കാലം ഇതിൽ ഉള്ള കരിയിലയുടെ കമ്പോസ്റ്റൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ തന്നെയാണ് നട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ മഴയുള്ളത് കൊണ്ട് നനച്ചൊന്നും കൊടുക്കണ്ടല്ലോ, നന്നായിട്ട് പിടിച്ച് കിട്ടുമായിരിക്കും. പിന്നെ ഈ എപ്പീഷ്യ പ്ലാന്റ് കൊണ്ട് നമുക്ക് ഒരുപാട് ഡിസൈൻസ് ചെയ്യാം കേട്ടോ ഗാർഡനിൽ. ഒത്തിരി സ്ഥലമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് പല രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് ഈ ഓരോ വെറൈറ്റി എപ്പീഷ്യയും സെപ്പറേറ്റ് ആയിട്ട് വെച്ച് തന്നെ പല ഡിസൈൻസിൽ ചെയ്യാൻ പറ്റും. സ്ഥലപരിമിതിയുള്ള ആൾക്കാർക്ക് ഇതുപോലെ മിങ്കിൾ ചെയ്ത് മിക്സ് ചെയ്തൊക്കെ രീതിയിൽ ചെയ്യാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചെടിച്ചട്ടികളിൽ തന്നെ വളർത്താനേ പറ്റുള്ളൂ.